ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള PSCയോടുള്ള ഒരു അപേക്ഷയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ വന്ന ഒരു പ്രസ്താവനയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കാരണം ഈ ഒരു പരീക്ഷയുടെ സമയത്ത് തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷയാണ് ജൂലൈ 27-ന് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ചിലപ്പോൾ എന്ത് ചെയ്യാം, നിലവിൽ ഇറക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാനായിട്ട് പോകുന്നത്. കാരണം PSC ഉദ്യോഗാർത്ഥികൾ അത്രത്തോളം കഷ്ടപ്പെട്ട്, LDC എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ IAS, അത്രത്തോളം പ്രതീക്ഷയോടുകൂടി ഓരോ ജില്ലകളിലും ഏകദേശം 500ഓളം വേക്കൻസീസ് നിലവിലുള്ള ഈ ഒരു എക്സാമിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് 2-3 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, അവര് ജൂലൈ 27-ാം തീയതി അവരുടെ കുടുംബത്തിന്റെയും അവരുടെ എല്ലാം ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ആ ഒരു അവസരത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന ഉന്നയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ സാറേ ശരിക്കും? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ദിവസം നടന്ന UPSC എക്സാം എന്ന് പറയുന്നത്. ആ ഒരു എക്സാമിന് വന്ന ചോദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചോദ്യമാണ് ഈ പറയുന്ന 2000 നിലവിൽ വന്ന ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ചോദ്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PSC എത്രത്തോളം അപ്ഡേറ്റഡ് ആണെന്നുള്ളത്. കാരണം യുനെസ്കോന്റെ പൈതൃക സാഹിത്യ പദവി ലഭിച്ച ആദ്യ നഗരം ഏതാണ് എന്നുള്ള ഒരു ചോദ്യം, ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന കറണ്ട് അഫയേഴ്സ്, ഏകദേശം 7 ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ വരുന്ന ഒരു കറണ്ട് അഫയേഴ്സ് PSC അത് ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തണമെങ്കിൽ, ഈ ചോദ്യം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാന്നുള്ളത് ഉത്തരം കോഴിക്കോടാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന ഈ ഒരു കറണ്ട് അഫയേഴ്സ് വരെ എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഈ ഒരു പ്രസ്താവന എന്തിനു വേണ്ടിയിട്ടാണ് ഉന്നയിച്ചത്? ആർക്ക് കൊടുത്ത കോഴ വാങ്ങാത്തത് കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു ഇത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു പട്ടിയുടെ വായിൽ കൊണ്ടുപോയി കോരിട്ട് കുത്തി അതിനെ കൊണ്ട് കടി വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരുന്നാൽ പോരെയിരുന്നു. കാരണം ഇപ്പൊ ഈ ഒരു പ്രസ്താവന നിങ്ങൾക്കറിയാം, 2017 മുതൽ, അതായത് 2007 മുതൽ 2017 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ പറയുന്നതാണ് 2017-ലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരൊറ്റ ചോദ്യം പോലും ഡിലീഷനോ ബാക്കി കാര്യങ്ങളോ വന്നിട്ടില്ല. അപ്പോൾ അത് PSCക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലായിരുന്നു. ഇത് 2017-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്, കേരളത്തിന്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്, 2017-ലെ ചോദ്യമാണ് ഈ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, 2014-ലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ ഭൂമി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? അള്ളാപ്പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അത് 2014 PSC ചോദിച്ച ചോദ്യമാണ്, ആലപ്പുഴ ജില്ലയില്. ഇനി നമുക്ക് 2014-ലെ ഇടുക്കിയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താണ് ഈ പറയുന്ന മാത്സിന്റെ എക്സാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി 2007-ലേക്ക് നമുക്ക് പോകാം. അലക്സാണ്ടർ കണ്ണിങ്ഹാം ഏതു പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻഡിക എന്നത്, ഇൻഡികയുടെ കർത്താവ് ആരാണ്? ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. PSC എങ്ങനെയായിരുന്നു അതുവരെയും നടത്തിക്കൊണ്ടിരുന്നത്. അതായത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സാമിനെ 2018 അപ്പുറത്തേക്ക് വന്നപ്പോൾ പല ആപ്ലിക്കേഷനിലും നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ. ഇനി ഈ പറയുന്ന 2017 വരെയുള്ള എല്ലാ ചോദ്യ പേപ്പറുകളും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓരോ ജില്ലകളുടെയും എടുത്തു വയ്ക്കുകയാണ്. 2007 മുതൽ 2017 വരെ ഏതെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ചോദ്യ പേപ്പറിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം അത്ര നീറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന PSCയെ വെറുതെ ഇരുന്ന് PSCയിലെ ആളുകൾ പുട്ടും കടലയും അടിക്കുമാണെന്നുള്ള ഒരു പ്രസ്താവന 2019-2018 കാലഘട്ടത്തിൽ ഇറക്കിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ. അന്ന് ചിലപ്പോൾ ഈ ഒരു ആപ്പിൽ വന്നായിരിക്കില്ല ഈ ഒരു പ്രസ്താവന ഉന്നയിച്ചത്.
ഇന്ന് ദേ കിടക്കണു വീണ്ടും എന്ത് PSCയിലെ എന്താണോ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടി വീണ്ടും പ്രിലിംസ് തയ്യാറാക്കണമെന്ന്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പ്രസ്താവന ഇന്ന് ഉന്നയിച്ചത്? കാരണം പാവപ്പെട്ട ഉദ്യോഗാർത്ഥി അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ഈ പറയുന്ന LDC എന്നുള്ളത്. ഇനി ഇതിനെ ഈ ഒരു ലെവലിൽ നിന്നും അടുത്തൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ ഉന്നയിച്ചത്? അല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? കുറച്ച് കഴിഞ്ഞിട്ടാവാമായിരുന്നു. കാരണം PSCക്ക് നിങ്ങൾക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നടത്തത് 7 ദിവസങ്ങൾക്ക് മുന്നെയാണ്. ഇപ്പോഴും PSCയുടെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. വെറുതെ രോക്ഷാകുലരാക്കി. കാരണം കഴിഞ്ഞ CPOന്റെ ലിസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താന്നുള്ളത്. പല ആളുകളും അതിന് കൊടി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന CPO ലിസ്റ്റിന്റെ മുമ്പിൽ കിടന്ന് സത്യാഗ്രഹം നടത്തി, ധർണ നടത്തി. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം വെറുതെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ നേരെ പ്രതിഷേധിച്ചിട്ടോ ആ പ്രതിഷേധം മാത്രം കൂടുതൽ നിങ്ങളെ അതിലും വലിയ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുക എന്ന് മാത്രമാണ് ചെയ്യത്തുള്ളൂ. കാരണം ഇന്ന് ഈ പ്രസ്താവന ഇറക്കിയതിൽ ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് സാറേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ, കാരണം ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും അധികം ആളുകൾ ഓൾറെഡി ഇത്രയും വലിയൊരു പ്രമുഖ ചാനലാണ് ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് നൂറുകണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ട് അത് ഇങ്ങനെ വൈറലായി പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇത് വെറുതെ ഇരിക്കുന്ന ആളുകൾ അത് കണ്ടു കഴിയുമ്പോൾ, അതായത് PSCയുടെ ഈ പറയുന്ന ചോദ്യകർത്താക്കളെ കാണുമ്പോൾ അവര് ഏത് ലെവലിലേക്കായിരിക്കും ഇനിയുള്ള ചോദ്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നത്? മക്കളെ നിങ്ങൾ തന്നെ പറ. കാരണം അത്രയും അധികം, അതായത് ഇപ്പൊ ഈ പ്രസ്താവന, ഞാൻ ഒരിക്കലും PSCയെയും ആരെയും കുറ്റം പറയുകയോ അല്ലെങ്കിൽ ന്യായീകരിക്കുകയോ ഒന്നുമല്ല. പക്ഷെ നമുക്കൊരു ജോലി എന്നതുള്ളതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. ആ കഷ്ടപ്പാട് എന്ന് പറയുന്നത് 5 അക്കവും 6 അക്കവും ശമ്പളവും വാങ്ങിക്കൊണ്ടിരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടത്തില്ല. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ, കാരണം 17 ക്വസ്റ്റ്യൻസ് തേർഡ് സ്റ്റേജ് ഡിലീഷൻ ആക്കി. ഏതെങ്കിലും ഡിഗ്രി ലെവൽ എക്സാമിന് 83 മാർക്ക് കട്ട് ഓഫിലേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ അതായത് ഡിഗ്രി ലെവൽ എക്സാമിന് 83 മുകളിലേക്കുള്ള കട്ട് ഓഫിലേക്ക് പ്രിലിം സ്റ്റേജ് വന്നിട്ടില്ല. ഇനി നമ്മൾ അടുത്ത ബാക്കിയുള്ള ചോദ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് ഈ പറയുന്ന ലെവലിലേക്കുള്ള ഒരു ചോദ്യങ്ങളും ആ ഒരു ലെവലിലേക്ക് പോകത്തില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത ഓരോ പ്രസ്താവനകൾ ഉന്നയിച്ച് വീണ്ടും വീണ്ടും ഉദ്യോഗാർത്ഥികളെ വൻ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തത് നല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് വേണമെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഇട്ടോ. കാരണം എനിക്ക് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും ജോലി കിട്ടി, എല്ലാവരുടെയും ആഗ്രഹം, അതായത് ജോലി എന്നുള്ളത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ ഈ ഒരു പ്രസ്താവന കൊണ്ട് അവരെ കൂടുതൽ രോക്ഷാകുലരാക്കി. ഇനി വരുന്ന ചോദ്യങ്ങൾ ഏത് ലെവലിലേക്ക് പോകുമെന്ന് പോലും പറയാൻ പറ്റാത്ത അത്രത്തോളം ലെവലിലേക്ക് പോകാനാണ് ഇനിയുള്ള ചോദ്യങ്ങളുടെ സാധ്യത എന്ന് പറയുന്നത്. ശരിക്കും ഇന്ന് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി തന്നെ ശരിക്കും നമുക്കിന്ന് ക്ലാസ് ചെയ്യാനുള്ള ആ ഒരു മൂഡ് തന്നെ നമ്മുടെ പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു വെല്ലുവിളിയാണ് നിലവിൽ നടന്നിരിക്കുന്നത്. ആ വെല്ലുവിളിയൊക്കെ ശരിക്കും അവർ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അവർ ചോദ്യങ്ങളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ LDC എന്ന് പറയുന്നത് വെറും സ്വപ്നം മാത്രമായിരിക്കും മക്കളെ. കാരണം അത്രത്തോളം സങ്കടത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം LSGSും SIയുടെയും പോസ്റ്റ് വേക്കൻസി എന്ന് പറയുന്നത് 100-ൽ താഴെ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ്. അതിന് വളരെ സിമ്പിൾ ആയിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ആർക്ക് കൊടുക്കാൻ അപ്പോഴും പറയും PSC നടത്തി സിമ്പിൾ ആയിട്ട് എക്സാം നടത്തിയിട്ട് കട്ട് ഓഫ് കൂട്ടി എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ വരും. കാരണം ഇതിനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതികരിക്കാതിരുന്ന അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ പറയുന്ന CPOന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുക. അതേപോലെ 2007 മുതൽ 2017 വരെയുള്ള LDC ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും PSC എങ്ങനെയായിരുന്നു എന്നുള്ളത്. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു ഉള്ളത്, അതേപോലെ തന്നെ അതിൽ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്ന് ഒരാപ്പിൽ കയറി പല പ്രസ്താവനകളും ഉന്നയിച്ചതിന്റെ ഫലമാണ് ഇന്നീ കാണുന്ന പ്രസ്താവന എന്ന് പറയുന്ന ചോദ്യം. ഇനി ഈ പറയുന്ന വെല്ലുവിളി അവർ അക്സെപ്റ്റ് ചെയ്ത് ഇനി 2024 LDC ജൂലൈ 27-ാം തീയതി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ എഴുതാനായിട്ട് പോവുകയാണ്. അവരെ ഏത് ലെവലിലേക്ക് കൊണ്ടുപോയി എത്തിക്കും, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ എവിടെ നിന്നായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഇത്രയും നാൾ വരെ നമ്മൾ കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി എങ്ങാനും കേരള PSCയുടെ ഈ ചോദ്യകർത്താക്കൾ ഈ പറയുന്ന ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി നമുക്ക് കുറച്ചുകൂടിയും കഠിനമാക്കണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ PSCയുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ ഏറ്റവും അവസാനം എക്സെട്ര എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആരെയും ആർക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെക്കുറിച്ചോ പറയുന്നതല്ല. വളരെ റിക്വസ്റ്റ് ആണ് കേരള PSCയോടുള്ള എൻ്റെ ഏറ്റവും വലിയ താഴ്മയായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. പാവപ്പെട്ട ഒത്തിരി ഉദ്യോഗാർത്ഥികൾ LDCക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വപ്നമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞങ്ങളോട് ചതിക്കരുത്, ഞങ്ങളെ അല്ലെങ്കിൽ ചതിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കുടുംബങ്ങളുടെയും അതേപോലെ തന്നെ പല യുവാക്കളുടെയും യുവതികളുടെയും എല്ലാവരുടെയും സ്വപ്നമാണ് ഈ ഒരു ജോലി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയും അതേപോലെ തന്നെ ഈ ഒരു പ്രതിഷേധങ്ങളും എല്ലാം കണ്ടിട്ട് LDC 2024 വേണ്ടി ഒരിക്കലും PSC ഞങ്ങളുടെ മുന്നിലേക്ക്, അതായത് സിലബസ് അടിസ്ഥാനത്തിൽ തന്നെയുള്ള ലെവലിലേക്കുള്ള ഒരു ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കാൻ പാടുള്ളൂ എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ചെയ്യാം. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, കാരണം ഈ ഒരു പ്രസ്താവന കൊണ്ട് ഒരിക്കലും പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കലും ഒരു പ്രശ്നവും വരരുത് എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം വെല്ലുവിളികളും പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവസാനം CPOന്റെ ലിസ്റ്റിന്റെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. ഓക്കെ, അപ്പൊ അതേപോലെ ഒരവസ്ഥ ഒരിക്കലും LDCക്ക് വേണ്ടി വരരുത്. കാരണം 3 വർഷത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു എക്സാം ആണ്. പലരുടെയും പ്രതീക്ഷ, പല കുടുംബങ്ങളുടെയും എല്ലാം അത്താണിയൊക്കെ ആയി മാറാനുള്ള ഓരോ യുവാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹവും എല്ലാമാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ദൈവത്തെ വിചാരിച്ച് കേരള PSC ഒരിക്കലും പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ഇതൊരു ചലഞ്ചായിട്ട് എടുത്ത് ഒരിക്കലും ആ ഒരു ലെവലിലേക്ക് വരരുതെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയാണെന്ന് പറയാനുള്ളൂ. ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്രത്തോളം വിഷമമുണ്ട്. കാരണം എന്താകുമെന്ന് ഇനിയും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വളരെയധികം വ്യക്തമായിട്ട് പറഞ്ഞു, മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ എക്സാമുകൾ, അതായത് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ആ കറണ്ട് അഫയേഴ്സ് മുന്നിൽ കണ്ടപ്പോഴാണ് അത്രത്തോളം നമുക്ക് സങ്കടത്തിലേക്ക് പോയത്. കാരണം 7 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കറണ്ട് അഫയേഴ്സ് വരെ ചോദിച്ചെങ്കിൽ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇടാത്ത ഈ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പ്രസ്താവന സാറേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ലത് മാത്രം വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.